വലിയൊരു യുദ്ധം വരാൻ പോവുകയാണ്. 3 യുദ്ധം നടക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ റംസാൻ കഴിഞ്ഞിട്ടുള്ള സമയം, അല്ലെങ്കിൽ ബക്രീദ് കഴിഞ്ഞിട്ടുള്ള സമയം. വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത്. ഇറാന് ഡയറക്റ്റ് കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. UN സമിതി പോലും ഇതിനെതിരെ ഒന്നും മിണ്ടിയില്ല. ഇന്ത്യയിൽ പാകിസ്ഥാനിൽ ഒരു എംബസി ഉണ്ടെങ്കിലോ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഒരു എംബസി ഉണ്ടെങ്കിലോ യൂറോപ്പ് വരെ പോകാൻ പറ്റുന്ന റോക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് കമാൻഡോ ഓഫീസറുടെ ലെവലിൽ. പക്ഷേ ഇറാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി മൂലം വേറെ ഒരു രാജ്യം, ഒരു വലിയൊരു ഒരു സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മളും ബാധിക്കത്തില്ലേ? ചൈനയും റഷ്യയൊക്കെ ആരുടെ കൂടെ ആയിരിക്കും? ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എത്ര വർഷത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം അവർക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹാമാസ് എന്ന് പറഞ്ഞ ഭീകരവാദ സംഘടന പാലസ്തീന്റെ കൂടെ കൂടി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവര് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 1 നടന്ന സംഭവമാണ് ഡെവിനെ. ഞങ്ങളത് തിരിച്ചടിക്കാൻ പോകാന്നുള്ള കാര്യം ഇറാൻ ഡിക്ലെയർ ചെയ്തിട്ട് കിട്ടുമ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിന്റെ സൈന്യമാണ് മുന്നിലിറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇസ്രായേലിലെ കുഞ്ഞു പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഓവനിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ടെക്നോളജി ഹമാസിന്റെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ സുക്കോത്ത് തീർന്നതിന് 2 ദിവസം മുന്നെയാണ് ഇവർ കയറി വരുന്നത്. അത് ഇസ്രായേലിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം, ഇറാന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം. എല്ലാ മാർക്കറ്റും ഡൗൺ ആയിരിക്കും. ഇന്ത്യ ആകുമ്പോഴത്തേനും മാർക്കറ്റിനെ അത് ബാധിക്കാൻ സാധ്യതയില്ല. വലിയൊരു യുദ്ധം വരാൻ പോവുകയാണ്. ഇതൊന്നും അറിയത്തില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ന്യൂസാണ്. USA ചാരന്മാരുണ്ടല്ലോ, അവരുടെ വക ന്യൂസ് പുറത്തോട്ട് വന്നേക്കുന്നതാണ്. ഉടനെ തന്നെ വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത്. അത് ഒരു ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണെന്നുള്ളതും ഇപ്പൊ പറഞ്ഞേക്കുവാണ്. അതായത് തുടക്കമാണെന്ന് ഇതുവരെ നമ്മൾ ഉടനെ തന്നെ ലോകമഹായുദ്ധം വരാൻ സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും വരും എന്ന് കണ്ണിങ് ആയിട്ട് പറഞ്ഞൊരു ന്യൂസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അരുൺ ഇസ്രായേലില് വർക്ക് ചെയ്യുന്ന ആളല്ലേ? ഇസ്രായേലാണ്. അതെ. എന്തെങ്കിലും അവിടെ വല്ല ന്യൂസോ ഇവിടെ നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നേക്കുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറഞ്ഞ അമേരിക്കൻ ജേണൽ പുറത്തുവിട്ടേക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. അതായത് ഇസ്രായേൽ ലെബനൻ ബോർഡറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവലിന് റെസ്ട്രിക്ഷൻ വരുത്തണം. അതുപോലെ തന്നെ ജർമ്മൻ എയർലൈൻസിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇവര് ലോകമഹായുദ്ധം വരുന്നു എന്ന് പറഞ്ഞ ഒരു ഭീഷണി പോലെ മാത്രം നടക്കുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും ഇറാന് ഡയറക്റ്റ് കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇറാന് ഒരു വ്യക്തമായ കാരണമുണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. കാരണം ഇറാന്റെ സിറിയയിലുള്ള ഇവരുടെ കോൺസ്റ്റുവന്റിനെ കയറിയിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. അപ്പം ഇസ്രായേലിന്റെ ഏറ്റവും ടോപ്പ് കമാൻഡോ ഓഫീസർ സഹിതം 7 പേരെ ഇസ്രായേൽ വധിച്ചു. അതായത് നമ്മുടെ ഇന്ത്യയുടെ ടോപ്പ് കമാൻഡോ ഓഫീസറുടെ ലെവലിൽ വരുന്ന ഒരു കമാൻഡോ ഓഫീസറിനെ അടക്കം 7 പേരെ ഇസ്രായേൽ വധിച്ചു കളഞ്ഞു. എന്നിട്ട് അത് വേണമെങ്കിൽ അവർക്ക് അത് കണ്ണടച്ച് വിടാം. പക്ഷെ UN സമിതി പോലും ഇതിനെതിരെ ഒന്നും മിണ്ടിയില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ അത് ഇറാന് നല്ല രീതിയിൽ ഇൻസൾട്ടഡ് ആയി. അപ്പൊ അതുകൊണ്ടാണ് അവര് പ്രതികരിക്കും, അവര് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷേ ഇറാൻ ഇന്ന് യുദ്ധം ചെയ്യും, നാളെ യുദ്ധം ചെയ്യും, ഇപ്പൊ യുദ്ധം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരിക്കലും ജോഗ്രഫിക്കലി ഒരു ബോർഡർ ഇല്ല. അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ എപ്പോഴും എയർ വഴി യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എയർ വഴി യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റോക്കറ്റ് സംവിധാനത്തിൽ 2400 കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാൻ പറ്റുന്ന റോക്കറ്റുകളുണ്ട്. അതായത് ഈസ്റ്റ് യൂറോപ്പ് വരെ പോകാൻ പറ്റുന്ന റോക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇസ്രായേലിനെ കവർ ചെയ്ത് പോകാൻ പറ്റും. ഇസ്രായേലിന്റെ കയ്യിലും ഇതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റുന്ന സാധനമുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ വ്യോമയാന രീതിയിൽ ഇറാനേക്കാളും മുന്നിലാണ് ഇസ്രായേൽ. എയർ വിഭാഗത്തിൽ ഇറാൻ മുന്നിലാണ്. പക്ഷെ ഇതിനകത്ത് ഇറാനെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കയ്യിൽ അണുവായുധമുണ്ട്. പാലസ്തീനുമായിട്ടുള്ള ഇസ്രായേലിന് യുദ്ധം നടന്നായിരുന്നു. അന്നേരം ഇസ്രായേലിന്റെ പല മന്ത്രിമാരും പറഞ്ഞു നമുക്ക് അണുവായുധം പ്രയോഗിക്കാമെന്ന്. പക്ഷെ ഇസ്രായേൽ പ്രയോഗിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ജോഗ്രഫിക്കൽ ഭയങ്കര അടുത്താണ് കിടക്കുന്നത്. അപ്പം ഇസ്രായേൽ അണുവായുധം ഉറപ്പായിട്ടും ബാധിക്കും. കാരണം ഭയങ്കര അടുത്താണ് പാലസ്തീൻ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പ്രയോഗിക്കാണ്ടിരുന്നതാണ്. ഇറാഖിലാണെങ്കിൽ കുഴപ്പമില്ല. കാരണം കരസേന ആയിട്ട് പറയുവാണെങ്കിൽ ഇറാൻ പറയുന്നു ഇറാന്റെ 5 ലക്ഷം ഉണ്ടെന്ന് പറയുന്നു. ഇസ്രായേല് ലിറ്ററലി പറയുന്നത് 1 ലക്ഷത്തി ചില്ലുവാനും കരയോദ്ധാക്കൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ്. പക്ഷെ ഇസ്രായേൽ അത് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്രായേലിന്റെ കയ്യിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വെപ്പൺസ് ഉണ്ട്, ഏതൊക്കെ ആയുധങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള സേനകളുണ്ടെന്നുള്ളത് ഇസ്രായേൽ പല വ്യാജമാണ് പറയത്തുള്ളൂ. ഒരിക്കലും അവര് പെർഫെക്റ്റ് ഉള്ള കാര്യം പറയത്തില്ല. ബാക്കിയുള്ള രാജ്യങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും ഇസ്രായേലിന്റെ കയ്യിലുള്ളത്. തന്നെയല്ല ഇസ്രായേലിന് പുറത്ത് നിൽക്കുന്ന സപ്പോർട്ട് അമേരിക്ക പോലും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പിന്നെ അതിന് 2003 കാസിം സുലൈമാനി എന്ന് പറയുന്ന എലൈറ്റ് കമാൻഡോ വിഭാഗത്തിൽ പെടുന്ന ഇറാന്റെ ഒരു കമാൻഡോയിനെ അമേരിക്കക്കാര് കൊല്ലപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഈ പുള്ളിയുടെ ബാഗ്ദാദിലുള്ള ശവകുടീരത്തിന്റെ അടുത്ത് 2024 ISL എന്ന് പറയുന്ന ഒരു ഭീകരവാദ വിഭാഗമുണ്ട്. അത് ISന്റെ വേറൊരു വിഭാഗമാണത്. ISന്റെ വേറൊരു വിഭാഗമാണ് ISL എന്ന് പറയുന്നത്. ഇവരാണ് നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ISLന്റെ പുറകെ പ്രവർത്തിക്കുന്നത് ഇസ്രായേലാണെന്ന് പരസ്യമായ രഹസ്യമാണ്. ഇതിനെതിരെ UN ഒന്നും പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ എംബസി എന്നൊക്കെ പറയുമ്പോൾ ഇറാന്റെ ബേസിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇന്ത്യയിൽ പാകിസ്ഥാനിൽ ഒരു എംബസി ഉണ്ടെങ്കിലോ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഒരു എംബസി ഉണ്ടെങ്കിലോ അത് അവരുടെ ഒരു ഏരിയ ആണ് അത് മൊത്തം.
അതെ, ഇറാന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ബാഗ്ദാദില് ഇന്ത്യയുടെ ഒരു എംബസി ഉണ്ട്. അതിനകത്ത് ഒരിക്കലും ഇന്ത്യയുടെ എംബസി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ടെറിട്ടറിയാണ്, ഇന്ത്യയുടെ മാത്രം സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. ഒരിക്കലും അവിടെ പാകിസ്ഥാൻ കയറി ഇടപെടാൻ പറ്റത്തില്ല. അവിടെയാണ് ഇസ്രായേൽ കയറി സിറിയയിലുള്ള ഇറാന്റെ കോൺസ്റ്റന്റ് കയറിയിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. എടാ സിറിയന്ന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഇസ്രായേലിനെ ത്രെട്ടായിട്ട് ഈ മറ്റേ ഈ ഹമാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, ഇതുവരെ അറിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, ഇസ്രായേലിന് നെയ്ബറായിട്ട് കിടക്കുന്ന രാജ്യമൊക്കെ ഇസ്രായേലിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ. പക്ഷേ ഇവർക്ക് ആർക്കും ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ എതിരാൻ ധൈര്യമില്ല. ഇസ്രായേലിന്റെ കയ്യിൽ അറ്റാക്കിങ്ങിനൊക്കെ കൂടുതൽ ഇവർക്ക് ഡിഫൻസ് ചെയ്യാനുള്ള ഡിഫൻസീവ് സിസ്റ്റം ഭയങ്കര ഹെവിയാണ് ഇസ്രായേലിന്റെ. അത് ഇവർക്ക് ആർക്കും ഇപ്പോഴും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതായത് ഇന്നിപ്പോ ന്യൂസിനകത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ ആക്രമിക്കുന്നത് US ആയിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് ഇപ്പൊ തന്നെ 5 ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഇസ്രായേലിലോട്ട് വിട്ടിട്ടുണ്ട്. നമുക്ക് ചിരിക്കാം, എന്തിനും നമുക്ക് ചിരിക്കാം, ഏത് രാജ്യത്തിനും നമുക്ക് ചിരിച്ചു തള്ളാം. പക്ഷെ ഒരു വലിയൊരു വെപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇറാനെ നമ്മൾ പുച്ഛിച്ച് തള്ളാൻ പറ്റും. പക്ഷെ ഇറാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി മൂലം വേറെ ഒരു രാജ്യം, ഒരു വലിയൊരു ഒരു സൈനിക ശക്തിയുള്ള ഒരു രാജ്യം ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളും ബാധിക്കത്തില്ലേ? വേറെ പ്രതികരിക്കണ്ട. ഇസ്രായേൽ നേരെ ഒരു അണുവായുധം എടുത്ത്. അതെ, ഇപ്പം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചൈനയും റഷ്യയൊക്കെ ആരുടെ കൂടെ ആയിരിക്കും? ഡെഫിനറ്റ്ലി ഇറാന്റെ കൂടെ ആയിരിക്കും. ഇറാന്റെ കൂടെ ആയിരിക്കും. റഷ്യ ഇറാന്റെ കൂടെ ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ പറയാം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇന്ത്യ ഒരിക്കലും ഇസ്രായേലിനെ വിട്ടു പോകത്തില്ലെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നയതന്ത്രമാണ്. റഷ്യ ന്യൂട്രലായിട്ട് നിൽക്കത്തുള്ളൂ. അല്ല, അതിന്റെ പറയാനുള്ള റീസൺ റീസൺ എന്ന് വെച്ചാൽ റഷ്യക്ക് ഇപ്പൊ റഷ്യയുടെ യുദ്ധം നടക്കുന്ന കാരണം പല രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങൾ തീരെ ഇപ്പൊ അവരെ സപ്പോർട്ടില്ല. അതുപോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും അങ്ങോട്ടേക്ക് പല ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നടക്കുന്ന രാജ്യങ്ങളുണ്ട്. പെട്രോളിയം സഹിതം പല രാജ്യങ്ങളുണ്ട്. എടാ, അത് റഷ്യക്ക് ഇതില്ലല്ലോ. റഷ്യക്ക് ഇപ്പം അതൊന്നും കൺസേണേ അല്ല. റഷ്യക്ക് അത് കൺസേൺ അല്ല. ഞാനിപ്പം ഇല്ല, അത് കൺസ്യൂമറിന് സമയം വരും, കൺസ്യൂമറിന് ടൈം വരും. മെയിൻലി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാലം റഷ്യക്ക് ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതെ, ഇന്ത്യ പെട്രോളിയം പ്രോഡക്ട്സ് ഇപ്പം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയല്ല, ഇന്ത്യ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് റഷ്യ. പിന്നെ വേറെ പല രാജ്യങ്ങളും ഉണ്ട്. അവരായിട്ട് ഇസ്രായേൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ വളരെ കുഞ്ഞൊരു രാജ്യമാണ്. പക്ഷേ ഇസ്രായേലിന് ബാക്കി പല രാജ്യങ്ങളുള്ള ഒരു ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ല, അതാ ഞാൻ ഡെവിനോട് ചോദിച്ചത്. ഇപ്പം ഇറാന്റെ കൂടെ ആരൊക്കെ നിൽക്കും? ഇറാൻ ഇപ്പം ഇങ്ങനെ ഒരു ലോക മഹായുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം വേൾഡ് വാർ വരാൻ പോവാന്നൊക്കെ ഉള്ളത് ഒരു പ്രഡിക്ഷൻ ആണ്. ഇന്ന് ഈ ഒരു അവർ അറ്റാക്കിന് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കുവൈറ്റും എനിക്ക് തോന്നുന്നു ഒമാനോ കുവൈറ്റും വേറൊരു രാജ്യം കൃത്യമായിട്ട് പേര് പറഞ്ഞു, സൗദിയാണ്. കുവൈറ്റും സൗദിയും അപ്പൊ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇതിനകത്തില്ല, ഞങ്ങൾ ഇറാന്റെ കൂടെ നിൽക്കില്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് തുടക്കം തന്നെ പറഞ്ഞവര്. ഇറാന്റെ കൂടെ നിൽക്കില്ല. അതായത് ഇപ്പം കാരണം ഇത് ഇസ്രായേലിന് ദുബായിലൊക്കെ അറിയാവുന്നവരൊക്കെ ഇതിനെതിരെ നിൽക്കത്തുള്ളൂ. ഉറപ്പായിട്ട്. അല്ല, അത് ഈ പറയുന്ന പോലെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഇസ്രായേലിന്റെ മുമ്പിലേക്ക് വന്നൊരു സംഭവമാണ്. ഈ പറയുന്ന എംബസി ആക്രമിച്ച് അതിന്റെ ഏറ്റവും വലിയ അത് അഭിമാന പ്രശ്നമായതുകൊണ്ട് ഇസ്രായേൽ അങ്ങനെ ഇറാൻ അങ്ങനെ പറയാൻ പറ്റും. ഇസ്രായേലിനല്ല, ഇറാനാണ് അഭിമാന പ്രശ്നം. പക്ഷെ ഇസ്രായേലിന് അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇസ്രായേൽ ഒരിക്കലും ഈ മുസ്ലിം രാജ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അത് അവരുടെ രാജ്യത്തിന് ഭീഷണിയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എത്ര വർഷത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം അവർക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും നോക്കാൻ പറ്റില്ല. അതാണ് കാര്യം. ഇപ്പൊ ഇറാന്റെ എംബസി ഒരു അറ്റാക്ക് ചെയ്തില്ലാന്ന് വെച്ച് ഇവര് അവരെ സൈഡാക്കി വിട്ട് കഴിഞ്ഞാൽ ഈ ഹാമാസ് എന്ന് പറഞ്ഞ ഭീകരവാദ സംഘടന പാലസ്തീന്റെ കൂടെ കൂടി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവര് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഒറ്റയ്ക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇപ്പോൾ പാലസ്തീൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു. പാലസ്തീന് ഫിനാൻഷ്യലി ഏറ്റവും ഡൗൺവേർഡ് ആക്കുന്ന ഒരു കൺട്രി എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഗവൺമെന്റ് ഇല്ല. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ, ഇറാഖ്, ബാക്കി ഗൾഫ് രാജ്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവരൊക്കെ അടിച്ച് ഇടാണ്ട് ഇസ്രായേൽ രക്ഷയില്ല. അല്ല, പക്ഷെ ഈ സിറിയയിൽ നടത്തിയതിന് വേറെ റീസൺസ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ സിറിയയിൽ ആക്രമണം നടത്തിയെന്ന് പറയുമ്പം അവിടെ ഇപ്പം ഹമാസ് ഭീകരത ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, അതൊരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ഇസ്രായേലിൽ ചെന്ന് ഇറാനിൽ ബോംബിട്ടതല്ലോ, സിറിയയിലെ ആ ഒരു സ്ഥലത്ത് ബോംബിട്ട് അതിനെക്കുറിച്ച് വേറെ വാർത്ത ന്യൂസസ് ഒന്നും വന്നിട്ടില്ലല്ലേ? ഇസ്രായേലിന്റെ പ്രതികരണമോ ഒന്നും വന്നിട്ടില്ലല്ലേ? ഇത് ഏപ്രിൽ 1 നടന്ന സംഭവമാണ് ഡെവിനെ. എടാ ഏപ്രിൽ 1 നടന്ന സംഭവമാണ്. ഏപ്രിൽ 1 നടന്നതാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനതാ നീ ഈ സംഭവം പറഞ്ഞപ്പോഴേ ചോദിച്ചത്, ഇറാനെ ആരൊക്കെ സപ്പോർട്ട്? അതായത് അവർക്ക് ഇത്ര ഇൻസെറ്റ് ആവുള്ള കാരണം അവരുടെ ഏറ്റവും വലിയ കമാൻഡർ ഓഫീസറായ മുഹമ്മദ് റാസ സഹദാനി മരിച്ചു എന്നുള്ള കാര്യമാണ്. മനസ്സിലായോ? അല്ലല്ല, ഇത് റിലയബിൾ അല്ല, അതല്ലെങ്കിൽ ഇത് സാധ്യതയില്ല എന്ന് പറയാൻ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് ഇന്നാണ് അവര് നിസ്സാരമായിട്ട് മണിക്കൂറുകളായുള്ളൂ അവരത് ഡിക്ലെയർ ചെയ്തിട്ട് ഞങ്ങളത് തിരിച്ചടിക്കാൻ പോവാന്നുള്ള കാര്യം ഇറാൻ ഡിക്ലെയർ ചെയ്തിട്ട് നിസ്സാര മണിക്കൂറായി. ട്വിറ്ററിൽ ട്രെൻഡിങ് ആണ് ഇപ്പൊ.
ട്വിറ്ററിൽ ട്രെൻഡിങ് ആണ്. ട്വിറ്റർ എന്താ എങ്ങനെ ട്രെൻഡിങ് തിരിച്ചടിക്കുന്നല്ല. ആവാത്ത? ഇപ്പൊ അരുൺ പറഞ്ഞില്ലേ, എടാ, ഞാനൊരു ട്വിറ്ററിൽ കാര്യം ട്രെൻഡിങ് ആണ്. ഇറാൻ എന്ന് പറഞ്ഞ വേർഡ് ഹാഷ്ടാഗോട് ട്രെൻഡിങ് ആണ്. എന്നൊരു കാര്യം ചോദിക്കാം. ഇസ്രായേലിലെ നെയ്ബർ കൺട്രീസ് എന്ന് പറയുന്നത് പാലസ്തീൻ, ഇറാഖ്, ഇറാൻ, ലെബനൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ പാലസ്തീനായിട്ട് പാലസ്തീൻ ഇസ്രായേൽ വാർ വന്നു. നല്ല രീതിയിൽ ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറാഖ് പറഞ്ഞ് ഇറാഖ് അടിക്കും, ഇറാൻ പറഞ്ഞ് ഇറാൻ അടിക്കും. ഇവർക്കെല്ലാവർക്കും വേണമെങ്കിൽ ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ യുദ്ധം ചെയ്യാം. പക്ഷെ അവർ പറയുന്നതല്ലാതെ ചെയ്തിട്ടില്ല. അതെ, അല്ല ഇത് പോസിബിൾ അല്ല. എടാ ഡെവിനെ, ഇതിപ്പം ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ടാണ് വന്നത്. ഇപ്പം ഇറാൻ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര സ്ട്രോങ് അല്ല. എക്കണോമിക്കലി ആണെങ്കിലും ബാക്കി എല്ലാ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിലും സ്ട്രോങ് അല്ല. ഇപ്പം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ പറയുമല്ലോ ഇതിനുള്ള തിരിച്ചടി നമ്മൾ കൊടുത്തിരിക്കും. അതേ ഒരു ടോൺ മാത്രമേ ഉള്ളൂ. അല്ലാതെ യുദ്ധം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. യുദ്ധം ഉണ്ടാവണമെങ്കിൽ ഇനിയിപ്പം ഏറ്റവും ചാൻസസ് ഉള്ളത് ഇസ്രായേലിന് ഗാസയോ അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ഈ പറയുന്ന ഇറാൻ സ്പോൺസർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനേ ചാൻസസ് ഉള്ളൂ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ, ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നിങ്ങള് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അയൽപക്കത്തുള്ള ഒരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യണം? അവര് നിങ്ങളുടെ അടുത്ത് പറയുവാണ് ഞങ്ങളത് അവരുടെ അടുത്തോട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പറയുവാണ് ഞങ്ങളത് തിരിച്ച് ഉപദ്രവിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലോട്ടാ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതിരോധിക്കും. അവരെ നമ്മുടെ ലൈഫിനെ ത്രെട്ട് ചെയ്യുക, ഭയങ്കര ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ തിരിച്ചടിക്കില്ലേ? അവരുടെ അവസ്ഥ ആലോചിച്ചു. ഈ അയൽപക്കാരുടെ നമ്മൾ തിരിച്ചടിക്കും എന്നറിഞ്ഞു കഴിഞ്ഞിട്ടും അവര് നമ്മളെ ചെയ്യും എന്ന്, നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ തകർക്കാൻ ശ്രമിക്കും എന്ന് അവർ പറയണ്ടെങ്കിൽ അവരെന്തായിരിക്കും? അവര് ലാസ്റ്റ് അവരുടെ വഴിയായിരിക്കും. പാകിസ്ഥാൻ എന്തായി അതല്ലെങ്കിൽ ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കും എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ത്യയിൽ കയറി പക്ഷേ ഒരു പ്രഷർ വരുമ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരതിൻ്റെ അകത്ത് സൈലന്റ് ആവും. ഇപ്പം ഈ ഗൾഫ് കൺട്രീസ് വരെ നമ്മുടെ ന്യൂസ് ഇതൊരു നമ്മളോട്ട് എത്തുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മുടെ ഇപ്പൊ ന്യൂസ് ഇസ്രായേലിൽ നടന്ന യുദ്ധം കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത യുദ്ധത്തിന്റെ ന്യൂസ് ഒരു നവംബർ ഡിസംബർ ആയപ്പോൾ തന്നെ നിന്നു. പിന്നെ ന്യൂസ് ഒന്നും വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര ക്രൂരതയായിരുന്നു നടന്നതെന്നാണ് പുറത്തോട്ട്. അല്ല, അതിന് മുന്നേ ഞാൻ ഒരു ക്ലിയർ പിക്ചർ പറഞ്ഞുതരാം. അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ന്യൂസ് കഴിഞ്ഞാൽ ഇസ്രായേൽ കൊടും ക്രൂരത പാലസ്തീനോട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു, ഇസ്രായേൽ നിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ അനുകൂലിച്ച് പറയുന്നതല്ല. ഇവിടുന്ന് പുറത്തുനിന്ന് വാർത്ത ഇസ്രായേൽ പാലസ്തീനിൽ കൊടും ക്രൂരത ചെയ്യുന്നു, പാലസ്തീനിലെ ഗർഭിണികളെ ചുമ്മാ കൊല്ലുന്നു, പാലസ്തീനിലെ സ്ത്രീകളെ കൊല്ലുന്നു, പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേൽ എടുക്കുന്ന ഒരു മാർഗമാണ്. ഇസ്രായേലിലെ ജനങ്ങളെ മൊത്തം പ്രൊട്ടക്ട് ചെയ്ത് നോക്കും. എന്നിട്ട് ഇസ്രായേലിന്റെ സൈന്യമാണ് മുന്നിലിറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ പാലസ്തീൻ ഒരിക്കലും അങ്ങനെയല്ല. പാലസ്തീൻ ഇവർക്ക് ഈ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം മുന്നിൽ നിർത്തിയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ പാലസ്തീന്റെ ക്രൂരത എന്താ അറിയാമോ? ഇസ്രായേലിലെ കുഞ്ഞു പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഓവനിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അല്ല, അതൊന്നും ന്യൂസ് ആയിട്ട് വരില്ല. അതൊന്നും ന്യൂസ് ആയിട്ട് വരത്തില്ല. ന്യൂസ് വിടുന്ന ആൾക്കാരല്ല വരത്തില്ല. അത് പറഞ്ഞാൽ ഇപ്പോൾ വർഗീയതയുടെ വിഷയം വരും, പിന്നെ മൊത്തം വിഷയം. സോ മൂവ് ഓൺ. അല്ലല്ല, ഞാൻ ഡെവിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു യുദ്ധം അല്ല, ഈ ഒരു യുദ്ധത്തിന്റെ സ്റ്റാർട്ട് തന്നെ ഈ ഹമാസ് ഈ പറയുന്ന പോലെ ആക്രമിച്ചത് കൊണ്ടാണല്ലോ. അതിന് മുമ്പ് ഇത് ഹിസ്റ്ററിയൊക്കെ തപ്പി പോകുമ്പോഴത്തേക്ക് കുറെ ഉണ്ടാവും. ഇപ്പം ഒരു ഹിസ്റ്ററി തപ്പി പോകുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് ആദ്യം ഇസ്രായേലും, അതായത് ജൂതന്മാരും, ഇസ്രായേൽ എന്ന് പറയുന്നില്ല, ജൂതന്മാരും മുസ്ലിംസും താമസിക്കുന്ന സ്ഥലമാണ്. ആദ്യം ഇത് മുസ്ലിംസിനാണ് ഈ ലാൻഡ് കിട്ടിയത്. അവസാനം ഇവിടെ ജൂതന്മാർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാഷ്ട്രം വേണം. അപ്പോൾ ജൂതന്മാർക്ക് വേണ്ടി മാത്രം രാഷ്ട്രം ഒരു ഫൈറ്റ് ചെയ്തു. ഇവരെ ഒരു നിശ്ചിത സ്ഥലം ഉണ്ടാക്കിയെടുത്തു. അത് ജൂതന്മാർക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് കുറച്ച് മുസ്ലിംസിനെ മാറ്റി പാർട്ടിഷൻ ചെയ്തു വന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാൻ പാർട്ടിഷൻ ചെയ്ത് പോയി, ബംഗ്ലാദേശ് പാർട്ടിഷൻ ചെയ്ത് പോയി എന്ന് പറഞ്ഞ പോലെ ഈ മുസ്ലിംസ് പാർട്ടിഷൻ ചെയ്ത് പോയിട്ട് പാലസ്തീൻ പോയി. അതിന്റെ നടുക്ക് ഒരു സ്ഥലമുണ്ട്, ഗാസ മുൻപ് എന്ന സ്ഥലം. അപ്പൊ ഈ ഗാസ മുൻപിന്റെ സ്ഥലത്താണ് എപ്പോഴും സംഘർഷാവസ്ഥ വരുന്നത്. ഇത് ഇസ്രായേലിനാണോ പാലസ്തീനാണോ? ഇത് രണ്ടുപേരും, ഇത് സത്യം പറഞ്ഞ ഇസ്രായേലിന്റെ മണ്ണിലാണ് നിൽക്കുന്നത്. പക്ഷെ പാലസ്തീൻകാർ പറയുന്നത് ഈ ഗാസ മുൻപ് അവരുടെയാണ്, മുസ്ലിംസിന്റെ ആണ്. ഇസ്രായേൽ അവർക്ക് ഇസ്രായേലായിട്ട് അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇവര് മിക്സ് ആയിട്ട് നടന്നപ്പോൾ ഇസ്രായേൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പടുത്തു വരുത്തിയ ഒരു രാജ്യമാണിത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് രീതിയിലും ഫൈറ്റ് ചെയ്യും. അല്ല, എനിക്ക് തോന്നുന്നു അതും കാണും. ഈ പറയുന്ന പോലെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലെ ആക്രമിക്കുക എന്നുള്ളതൊക്കെ കുറച്ചുകൂടി എന്താണ് വേറൊരു രാജ്യത്തിന്റെ കയ്യിലാകുമ്പോഴേ. ഇപ്പം ഈ റഷ്യ ആണെങ്കിൽ ഉക്രൈൻ്റെ ഇതിലെന്തിനാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് മോസ്കോയിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ എന്ന് പറയുമ്പോൾ ഉക്രൈൻ അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ എതിർ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക്
അറ്റാക്ക് ചെയ്ത ചാൻസ് ഭയങ്കര കൂടുതലാണ്, മനസ്സിലായോ? അല്ല അതുപോലത്തെ ചാൻസ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞത്. അതേപോലെ ചാൻസ് ഇല്ല ഇവിടെ. ഇവർക്ക് ഇവരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ രാജ്യം ചെയ്തു. ഇതിപ്പോ ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂത രാഷ്ട്രം എന്ന് അറിയപ്പെടുന്നത്, ആ സാധനം പോകും. അതാണ് വിഷയം. എന്നാൽ ഇസ്രായേൽ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇതിനു മുന്നേ നഫ്താലി ബെന്നറ്റ് ആണ്. ഈ നഫ്താലി ബെന്നറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ മനുഷ്യനാണ്. മുസ്ലിം ആയിരുന്നല്ലേ? യെസ്. അല്ല നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്. അല്ല അവിടുത്തെ മുസ്ലിംസിന്, ഇസ്രായേലിൽ താമസിക്കുന്ന മുസ്ലിംസിന് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർക്ക് ഇല്ലാത്തതൊന്നും ഇല്ല. അവര് വേറെ പ്രകോപന കാര്യങ്ങൾ, അവര് പ്യൂർലി സേഫ് ആണ് ഇവിടെ ജീവിക്കുന്നത്. അതെ. അല്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ തീവ്രവാദികളായിട്ടുള്ളവർ വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അനുഭവിക്കുന്ന അതാണല്ലോ ഇവർക്ക് ഇപ്പം പൊട്ടാൻ കാരണം. ഒരു പ്രശ്നം ഇല്ലാതിരുന്ന സമയത്ത് സിൻസിയറായിട്ട് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരു 10 വർഷം മുന്നേ ഇറാഖ് എങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യം. പക്ഷേ ഇസ്രായേലിലെ സിറ്റിസൺസ്, അത് മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ജൂതന്മാരായിക്കോട്ടെ, 100% സേഫ് ആയിരിക്കും. അവർ ഫ്രീഡത്തോടെയാണ് ജീവിക്കുന്നത്. ഹമാസ് ആണ് പേടിയില്ല. ഇപ്പൊ 2 മാസമോ 1 മാസം കൂടെ യുദ്ധം വരുമായിരിക്കും. പക്ഷെ ഇവർക്ക് വിഷയമല്ല. ഇവർ യൂസ്ഡ് ആണ്. ഇവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് കണ്ടിന്യൂസ് മഴയും വെള്ളപ്പൊക്കം വരും. നമ്മളത് യൂസ്ഡ് ആയല്ലോ. 2018 വെള്ളപ്പൊക്കം വന്നു, നമ്മൾ അതിനെ അതിജീവിച്ചു, പിന്നെ നമ്മൾ അതിനോട് യൂസ്ഡ് ആയി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും അതിന് ആപ്ലിക്കബിൾ ആയിട്ടാണ് പുതിയതായിട്ട് പണിത് വരുന്നത്. നീ എവിടെ താമസിക്കുന്നത്? ഞാൻ ജെറുസലേമിലാണ്, പാലസ്തീൻ ബോർഡറാണ്. അതായത് വേറൊരു കോമഡി ഉണ്ട്. ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന മെയിൻ കാരണം അലാസ്ക ചർച്ചാണ്. അതായത് മറ്റേ ഗൾഫിലുള്ള മക്ക ചർച്ച് എന്ന് പറഞ്ഞ പോലെ അത്രയും മുസ്ലിംസിന് പ്രാധാന്യമുള്ള ചർച്ചാണ് നമ്മുടെ അലാസ്ക ചർച്ച്. അതായത് നബി അതിന് മുന്നേ വന്ന് പ്രാർത്ഥിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണിത് വരുത്തിയ ചർച്ചാണ് അലാസ്ക ചർച്ച്. ആ ചർച്ചിന് തൊട്ടടുത്താണ് നമ്മുടെ കാൽവരിക്കൊന്നും അറിയില്ലേ, നമ്മുടെ ക്രിസ്ത്യൻസിന്റെ കാൽവരി, നമ്മുടെ ജീസസിനെ ക്രൂസിഫിക്കേഷൻ ചെയ്ത സ്ഥലം. അതിന്റെ തൊട്ടടുത്ത് ഒരു 200 മീറ്ററോ 300 മീറ്റർ ഇല്ല, അതിന് അത്രയും ദൂരമുള്ള ആ സ്ഥലത്തേക്ക്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരം ഉള്ളൂ ഈ കാൽവരിയിലോട്ടും അലാസ്ക ചർച്ചിലോട്ടും. അത്രയും ബോർഡറിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കിവിടെ യാതൊരു പ്രോബ്ലംസും ഇല്ല. ചിലപ്പോ അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവര് ആക്രമിക്കാത്ത കേട്ടോ. ആക്രമിക്കാറുണ്ട്. ഈ ലാസ്റ്റ് യുദ്ധം നടന്നപ്പോൾ അവർ അലാസ്ക ചർച്ചിലോട്ട് ഒരു അറ്റാക്ക് നടന്നു. പെല്ലറ്റ്സ് ഒക്കെ വരാറുണ്ടോ അതോ ബോംബ്? എങ്ങനെ അവിടുത്തെ മിസൈൽസ് ആണ് വരുന്നത്, മിസൈൽസ്. പക്ഷെ അവർ മേളിൽ പൊട്ടി പാർട്സ് താഴേക്ക് വരുന്നത്, മനസ്സിലായോ? ഇവിടെ അയൺ ഡോം എന്നൊരു സാധനമുണ്ട്. അല്ല മറ്റേ അന്ന് ഹമാസ് ഫസ്റ്റ് വന്നപ്പോ അയൺ ഡോം വർക്കായില്ല. അത് അവര് തുരുതുരാ വന്ന് അവരുടെ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവര് അന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇവിടുത്തെ മെയിൻ 2 സെലിബ്രേഷൻസ് ആണ്, സുക്കോത്ത്, പെസഹ. ഈ സുക്കോത്ത് എന്ന് വെച്ചാൽ 10 ദിവസം സെലിബ്രേഷൻ ആണ്, പെസഹ 10 ദിവസം സെലിബ്രേഷൻ ആണ്. ഈ 2 സമയത്തും ഇവർ വേറെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടികളിൽ ഏർപ്പെടുത്തില്ല. വേറെ എന്താ പറയാ, ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഏർപ്പെടില്ല. ഫുൾ ടൈം പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുക, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക. ഈ സമയത്താണ് ഈ സുക്കോത്ത് തീരുന്നതിന് 2 ദിവസം മുന്നേ ആണ് ഇവർ കയറി വരുന്നത്, മനസ്സിലായി? അപ്പൊ ഇവരെല്ലാം ഇസ്രായേൽ മൊത്തം സൈലന്റ് ആണ്. ആ സമയത്ത് ഇവർ കടന്നു കയറുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇവരുടെ രഹസ്യ സംഘടന ഉണ്ടല്ലോ, നമ്മുടെ ഇസ്രായേലിന്റെ മൊസാദിന് ചെറിയൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇട്ടിട്ട് കൊട്ടായിരുന്നു സംഭവം. അല്ല അതിങ്ങനെ അയൺ ഡോമിന് കൺഫ്യൂഷൻ ആയെന്നാ പറയുന്നത്. അയൺ ഡോമിനെ കൺഫ്യൂഷൻ ആക്കിയാൽ ഇത് ഹാക്ക് ചെയ്ത സംഭവം. ഹാക്ക് ചെയ്യും അത്രയ്ക്ക് ടെക്നോളജി ഹമാസിന്റെ ഉണ്ടായിരുന്നു. എടാ ഹമാസ് ഒരിക്കലും ഒറ്റയ്ക്കല്ലേ സംഭവം ചെയ്യണത്. ഹമാസിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹമാസിന് ഇറാഖിന്റെ സപ്പോർട്ട് ഉണ്ട്, സിറിയയുടെ സപ്പോർട്ട് ഉണ്ട്. അല്ല എന്നാലും ഇറാഖ് എന്നൊക്കെ പറയുമ്പോഴേ എടാ ഇറാഖും ഇറാനും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ചെറിയ രാജ്യം, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത രാജ്യങ്ങളാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ല എടാ ഹാക്ക് ചെയ്തതാണോ അതോ കൺഫ്യൂഷൻ ആയതാണോ? ഹാക്ക് ചെയ്തതാണ്. അത് ഹാക്ക് ചെയ്തു. അവര് പ്രിഫർ ചെയ്ത ടൈമാണ് കറക്റ്റ് ടൈം. കാരണം ഇവരെ ഏറ്റവും കൂടുതൽ റിലീജിയസ് ഇസ്രായേൽ ജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസിൽ ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഏറ്റവും ഇതായിട്ടുള്ള സമയമാണ് പെസഹ സമയം, അതേപോലെ തന്നെ ഈ സുക്കോത്ത് എന്ന് പറഞ്ഞ സമയം. ആ സമയത്താണ് ഇവർ ഇതിനകത്ത് കടന്നു കയറുന്നത് ബോർഡറിൽ കൂടെ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, മറ്റേ ബലൂൺ വഴിയൊക്കെ ഒന്ന് ചാർന്ന് കണ്ടവർക്കുണ്ടോ? പബ്ജിയിലൊക്കെ പോലെ സമയത്താണ്. അല്ലെങ്കിൽ ഒരു വിജിലന്റ് അടങ്ങുന്ന ടൈമാണ്. കൊടുത്തോണ്ടിരിക്കുവല്ലേ അവരെവിടേക്ക്. ഇപ്പോഴും പാലസ്തീനിൽ അടി നടക്കണ്ട്. ഇപ്പൊന്നും വരുന്നില്ലല്ലോ. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുന്നുള്ളൊരു രീതിയിലാണ് ഇസ്രായേൽ. പക്ഷെ ഇവരെന്തൊക്കെ ചെയ്താലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എത്ര വർഷത്തോളം ഉണ്ടോ, പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം എത്ര വർഷത്തോളം ഉണ്ടോ, അന്ന് വരെ ഈ സംഭവം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവര് ഞാൻ പറഞ്ഞ 4 ദിവസം കണ്ടിന്യൂസും കൂടെ അടിച്ചു. 4 ദിവസത്തിന് ശേഷമാണ് 4 ദിവസം ഇസ്രായേൽ അനങ്ങിയിട്ടില്ല, ഒരു മിസൈലും അങ്ങോട്ട് വിട്ടിട്ടില്ല. 4 ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയത്. അതും ഇസ്രായേൽ അടിച്ചു നിർത്തിയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇവര് പിള്ളേരെ കൊണ്ടുപോയിട്ട് ചുട്ടുകൊല്ലണു, പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ബന്ധുക്കളെ വെക്കണം. മാത്രമല്ല, ഇപ്പൊ നമ്മുടെ 2 വയസ്സ് 3 വയസ്സുള്ള കൊച്ചുങ്ങളെ പിടിച്ചിട്ട് അവരുടെ അമ്മമാരെടുത്ത് പറയുകയാണ്
നമ്മുടെ കൂടെ അവരുടെ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കിടന്നു കൊടുക്കണം എന്ന കൊച്ചിനെ തരാന്ന് പറയുവാണ്. ആ കൊച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഇത് വിട്ടുവീഴ്ചയുടെ അവസ്ഥ വരുന്നത് ഗവൺമെന്റ് അറിയുവാണ്. ഈ സംഭവങ്ങൾ അറിഞ്ഞ ദിവസം ഗവൺമെന്റ് പറഞ്ഞു പാലസ്തീന് മാപ്പില്ല, ഇത് കാണാൻ പോകുന്നത് ഞങ്ങളുടെ പ്രതികാരമാണ്, പാലസ്തീൻ ഒരിക്കലും സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പച്ചയ്ക്ക് ഇതിനകത്ത് പറഞ്ഞതാണ്, പ്രസ് മീറ്റ് പറഞ്ഞ കാര്യമാണ്. പ്രസ് മീറ്റിൽ ഒരു പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്, പാലസ്തീന് ഒരിക്കലും ഇത് തരണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ചെയ്യാൻ പ്രതികാരം പാലസ്തീന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അതെ, അത് ഇസ്രായേലിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോംബ് എന്ന് ഇറാന്റെ എംബസിയുടെ പുറത്ത് വീണു. ഇപ്പൊ ഇറാന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം അല്ല. ഡെവിന് അറ്റ് ലാസ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ല, എനിക്ക് തോന്നുന്നില്ല ഇറാന്റെ ഇപ്പോഴത്തെ ഇറാൻ ഒരു വലിയ ശക്തിയല്ല. ഇപ്പം ഇത് ഈ അമേരിക്ക വലിയ ശക്തിയായിരുന്നോ? പാലസ്തീൻ വലിയൊരു ശക്തിയായിരുന്നോ? ഞാൻ പറയട്ടെ, പാലസ്തീൻ വലിയൊരു ശക്തിയായിരുന്നു. ഇത്രയും ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവര് അറ്റാക്ക് ചെയ്യും. അതിനെ എത്രത്തോളം ബാധിക്കാതിരിക്കും അത് പിന്നത്തെ കാര്യം. പാലസ്തീൻ എന്ന് പറയുന്നത്, പാലസ്തീനില് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമാണ്. ഞാൻ 3 യുദ്ധത്തെ ഫേസ് ചെയ്തു. ഈ 3 യുദ്ധം നടക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ റംസാൻ കഴിഞ്ഞിട്ടുള്ള സമയം, അല്ലെങ്കിൽ ബക്രീദ് കഴിഞ്ഞിട്ടുള്ള സമയം. ഈ 2 സമയത്ത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓരോ രാജ്യത്തും അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്കായിട്ട് സക്കാത്ത് എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുവര്. മനസ്സിലായോ? അത് പാവപ്പെട്ട മനുഷ്യന്മാര് ഫുഡ് കഴിക്കാണ്ടിരിക്കരുത്, അവർക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് ഈ പെരുന്നാൾ സമയത്ത് ഡ്രസ് ഇല്ലാണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് സക്കാത്ത് മണി കൊടുക്കും. അത് ഗൾഫ് കൺട്രീസിൽ നിന്ന് മൊത്തം പൈസ ഇവർക്ക് കിട്ടും. അപ്പൊ മുൻപ് നടന്ന യുദ്ധത്തിന്റെ പുറത്തുള്ള സിമ്പതിയുടെ പുറത്തൊക്കെ ഡബിൾ ആയിട്ട് പൈസ ഇവർക്ക് കിട്ടും. ഈ പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് ഇവരുടെ ആയുധ ശേഖരത്തിലേക്കാണ്. ഇത് പോരാണ്ട് ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഇത് കൊണ്ടുവന്നിട്ട് ഇവർ അടിക്കുന്നത്. പക്ഷെ ഇവർക്ക് പറഞ്ഞ പോരായ്മ, ഇവർക്ക് ആയുധം കൊടുക്കും, പക്ഷെ ഇവർക്ക് ഡിഫൻസ് കൊടുക്കാനുള്ള സംവിധാനം ഇവരുടെ ഈ ഒരു രാജ്യങ്ങളുടെ അടുത്തില്ല, ബുദ്ധിയില്ല. അവിടെയാണ് ഇവർ തോറ്റു പോണേ. പക്ഷെ ഇവർ ഈ സാധനം കിട്ടുമ്പോൾ ഇത് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ ഒരു ചേരിതിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വേൾഡ് വാറിന് ചാൻസസ് ഉണ്ട്. എനിക്കതാണ് തോന്നുന്നത്. കാരണം അവിടെയൊക്കെ വലിയ ശക്തികളാണ്. ഇപ്പം റഷ്യയുടെ കൂടെയാണ് ഇന്ത്യ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണം. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു രാജ്യമാണ്. രാജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയുള്ള മനുഷ്യരുടെ കാര്യങ്ങളാണ് അവർ ചിന്തിക്കേണ്ടത്, പൗരന്മാരുടെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഇന്ത്യയും ഈ പറയുന്ന പോലെ അമേരിക്കയുടെ കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ചൈനയും റഷ്യയും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അപ്പം ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് എടുക്കണം. അതുകൊണ്ടാണ് റഷ്യയുടെ കൂടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡിൽ പോകുന്നത്. അവിടെ ഈ പറയുന്ന പോലെ ചേരിതിട്ടുണ്ടാവുകയും യുദ്ധത്തിനൊരു ചാൻസസ് ഉണ്ടെങ്കിൽ അതൊരു വേൾഡ് വാറിൽ കലാശിക്കാം. പക്ഷേ ഇതിൻ്റെ കേസിൽ ഇതൊരു ഭയങ്കര ഒരു മിനിമൽ പവർ ആയതുകൊണ്ട് ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും മാർക്കറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ക്രിപ്റ്റോ മാർക്കറ്റ് എല്ലാ മാർക്കറ്റും ഡൗൺ ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ള് ഡൗൺ ആയിരിക്കും. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാല്ലേ ക്രിപ്റ്റോയില്? ഒരു കൺഫർമേഷൻ കിട്ടുന്നവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇതിനകത്തൊരു പോസിറ്റീവ് ന്യൂസ് വരുവാണ്. അത് വാറില്ല, വാറ് സമാധാനമായിട്ട് പിരിഞ്ഞു എന്നറിയുവാണെങ്കിൽ ഇതിനകത്തൊരു ഇഷ്യൂ ഇല്ല. നാളെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ബ്ലഡ് ബാത്ത് എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. ബ്ലഡ് ബാത്ത് പ്രഡിക്ഷൻ ആണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണാം. ഏപ്രിൽ 30 മൺഡേ അല്ലേ? മൺഡേ ആകുമ്പോഴത്തേനും മാർക്കറ്റിനെ അത് ബാധിക്കാൻ സാധ്യതയില്ല. ന്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ, അതായത് ന്യൂസ് മീൻസ് പോസിറ്റീവ് ആണെങ്കിൽ, മാറില്ല എന്നൊരു സംഭവമാണെങ്കിൽ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പൊ 24 ഡേ ഉള്ള ക്രിപ്റ്റോ മാർക്കറ്റിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം എന്താവുന്നു. ഓക്കെ അരുണേ, അപ്പൊ നമുക്ക് അടുത്ത ഇസ്രായേൽ ചർച്ചയിലിരിക്കാം. ഓക്കെ 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 ബൈ.